നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സാബി അലോൺസോ റയൽ മാഡ്രിഡിന് പറ്റിയ കോച്ചല്ല. അദ്ദേഹത്തിൻ്റെ ഫിലോസഫി റയൽ പോലൊരു ടീമിനെ കൊണ്ട് നടക്കാൻ പറ്റിയതല്ല. പറയുന്നത് ജർമ്മൻ ഇതിഹാസം സൂപ്പർ ഗോൾ കീപ്പർ ഒലിവർ ഖാനാണ്. ഒലിവർ ഖാൻ പറഞ്ഞ വാക്കുകൾ സ്കൈ സ്പോർട്സ് ജർമ്മനിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ നോക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഒരു അത്ഭുതവുമില്ല റയൽ മാഡ്രിഡിൽ സാബി അലോൺസോയുടെ ഐഡിയാസ് വർക്കൗട്ട് ആവാത്തതിൽ എനിക്കൊരു അത്ഭുതവുമില്ല. സാബിയുടെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സിസ്റ്റം ഓഫ് ഫുട്ബോളുണ്ട്. അത് പൊസിഷണൽ പ്ലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അതിന് ചില വെരി സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേയേഴ്സ് വേണം. റയൽ മാഡ്രിഡിലെ കാര്യങ്ങൾ അങ്ങനെയല്ല. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫുട്ബോളാണ് അവർ കളിക്കുന്നത്. പറഞ്ഞാൽ അവിടെ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിന് ഫ്രീഡം കൊടുക്കണം. ഫ്രീഡം ആൻഡ് ഇൻഡിവിജ്വാലിറ്റി, അതിനാണ് പ്രാധാന്യമുള്ളത്. പ്ലെയേഴ്സ് ഒരു പ്രത്യേക ഒരു സിസ്റ്റത്തിൽ തന്നെ നിന്നുകൊണ്ട് കളിക്കണം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പം നടക്കില്ല. അതൊരു വലിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് സാബിക്ക് ഇപ്പോഴുള്ളത്. അപ്പം അവിടെ വേണ്ടത് സൂപ്പർ സ്റ്റാർസിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കെൽപ്പുള്ളൊരു കോച്ച്, അവരിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കാൻ കെൽപ്പുള്ളൊരു കോച്ചാണ് റയലിൽ വേണ്ടത്. അല്ലാതെ അവരോട് ഇങ്ങനെ കളിക്കണം, സ്പെസിഫിക് സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യണം മറ്റത് ചെയ്യണം എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന കോച്ചിനെയല്ല റയൽ മാഡ്രിഡിന് വേണ്ടത്. ശരിക്കും സാബി റയൽ മാഡ്രിഡിൻ്റെ സിസ്റ്റത്തിന് യോജിച്ച കോച്ചല്ല എന്നാണിപ്പോൾ ഒലിവർ ഖാൻ്റെ അഭിപ്രായം. അതോടൊപ്പം തന്നെ വിനി ജൂനിയർ ഇപ്പം ക്ലബിനേക്കാൾ വലിയ ആളാണ് എന്ന ഭാവത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. റയൽ മാഡ്രിഡ് ഏതായാലും അൺമാനേജബിളായിട്ട് മാറിയിട്ടുണ്ട് എന്നുകൂടി ഒലിവർ ഖാൻ പറയുന്നു. ആ കാര്യം കൂടി നോക്കാം. അദ്ദേഹം പറയുന്നത് ഫിഫ ബാലൻ ഡിയോറിൻ്റെ ആ വിഷയത്തിലാണ് ഈ ഒരു ഡിക്ലൈനിങ് ആരംഭിക്കുന്നത്. വിനി ജൂനിയർക്ക് അതില്ല എന്ന് കണ്ടപ്പോൾ ഹോൾ ടീം ഒരുമിച്ച് അത് ബോയ്ക്കോട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ വിനിക്കൊരു തോന്നൽ, ഞാൻ ക്ലബിനേക്കാൾ വലിയ ആളാണ് എന്ന്. പിന്നെ ബാഴ്സലോണയ്ക്കെതിരെയുള്ള ആ ക്ലാസിക്കോ മത്സരം നിങ്ങൾ കണ്ടില്ലേ? 70-ാമത്തെ മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വലിയ രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് വിനി കടന്നു പോകുന്നത്. എന്നിട്ടോ ഒരു പണിഷ്മെൻറ്റും വിനിക്കെതിരെ എടുത്തില്ല. അവിടെ കോച്ച് തീർന്നു. ഇപ്പോൾ കോൺസിക്വൻസസ് വളരെ കൃത്യമാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ നിങ്ങളത് കാണുന്നുമുണ്ട്. അറ്റ് ദി മൊമെൻറ്റ് റയൽ മാഡ്രിഡ് അൺമാനേജബിൾ ആയിട്ടുള്ളൊരു ടീമാണ്. അപ്പം 5-6 മാസം എടുക്കും ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നല്ലൊരു കോച്ചിനെ ഇനി കൊണ്ടുവരാൻ. അലോൺസൊക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാണിപ്പോൾ ഒലിവർ ഖാൻ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.